പ്രസവക്കാര്യം പറയാനൊക്കെ അറിവുള്ളവനാണ്. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ കേമോ എന്ന് പറഞ്ഞാൽ പോരാ, തോൽവിയുടെ പടുകുഴി. ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ആരാണ് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേഷൻ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പ മാമ. എന്താ മക്കളെ ചാടി എൻജോയ് ചെയ്താ കേട്ടോ. ശരി. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ഡോക്ടർ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് അറിയാം പല തരത്തിലുള്ള ഡെലിവറി മെത്തേഡ്സ് ഉണ്ട്. ഏതാണ് ചൂസ് ചെയ്താൽ മതി. ആദ്യത്തത് ഒരു ലേഡി മെത്തേഡ്. എന്റെ വലുത് വേണമെങ്കിൽ വേറെ പറയുന്നുണ്ട്. അടുത്തത് DJ ഗ്രൂപ്പ്. ഇനി ഇതല്ലെങ്കിൽ ബഞ്ചി ജമ്പിലൂടെ പ്രസവിക്കാം, റോളർ കോസ്റ്ററിൽ ഇരുന്നുകൊണ്ട് പ്രസവിക്കാം. അങ്ങനെ പല രീതിയിൽ എൻജോയ് ചെയ്ത് പ്രസവിക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ സിനിമാ തിയേറ്റർ ആണുള്ളത്. ഡോൾബി അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി പ്രസവിക്കാം. നിർത്തി അവമാനിക്കുവാണെന്നേ. ഇത് പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരോടാണ്. ഓക്കെ, 1 2 3 സുഭാഷ് 1 2 3 4. ഒരു മണ്ടത്തരമല്ലേ മാരാരുടെ മണ്ടയിൽ ബാക്കിയുള്ളതെല്ലാം തള്ളുകളല്ലേ. കല്ലുവച്ച നുണ പറയാൻ കോൺഫിഡൻസ് ഉള്ളവനാണ്. പ്രസവക്കാര്യം പറയാനൊക്കെ അറിവുള്ളവനാണ്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.